UPDF and the Congress Party. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, രണ്ടാശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകാധിപത്യത്തിൻ്റെ ആശയം. മറ്റൊന്ന്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയം. ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. And for the first time, we are seeing that there is a partnership between the BJP and the left front. നമ്മൾ ആദ്യമായിട്ട് കാണുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു ബന്ധം, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കൂട്ടുകച്ചവടം കേരളത്തിൽ അവരേർപ്പെട്ടിരിക്കുകയാണ്. Normally, this would be quite surprising that a left party is allying with the extreme right party. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വലതുപക്ഷ കക്ഷിയായ BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു. കോൺഗ്രസ് ആണ് അവരുടെ മുഖ്യ ശത്രു. Because they have diametrically opposite ideologies. അവര് യഥാർത്ഥ പുരോഗമന ചിന്താഗതികളെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളെ അവർ തകർക്കുകയാണ്. So the question is, how is it possible that left party is partnering with the right party? ചോദ്യം ഇതാണ്, എങ്ങനെ ഒരു യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടിക്ക് വലതുപക്ഷ ചിന്താഗതിക്കാരുമായി, കക്ഷികളുമായി എങ്ങനെ ഐക്യത്തിലും ധാരണയിലും പോകാൻ സാധിക്കും? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. This is like a puzzle. This is like a puzzle. ഇത് തികഞ്ഞ അവസരവാദപരമായ നയമാണ്. ഇത് തെറ്റായ സമീപനം തന്നെയാണ്. And some answers are sitting with us on the stage. And some answers to this puzzle are sitting on the stage. ഇതിനെ എതിർക്കുന്ന കുറച്ചു പേർ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ തെറ്റായ നയങ്ങളെ എതിർക്കുന്ന പ്രമുഖരായ ചില നേതാക്കന്മാർ ഇപ്പോൾ നമ്മോടൊപ്പം. There are two veteran leaders from the CPM who are sitting on our stage today. CPM പാർട്ടിയുടെ പ്രമുഖരായ രണ്ട് നേതാക്കന്മാർ, ഗോവിന്ദൻ മാസ്റ്ററും കുഞ്ഞികൃഷ്ണനും നമ്മോടൊപ്പം ഈ വേദി പങ്കിടുകയാണ്. Why are they sitting on our stage? എന്തുകൊണ്ടാണ് അവര് നമ്മോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളത്? Why are they not campaigning for the left front? Why are they not campaigning for the chief minister? എന്തുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി അവരെ വോട്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അവർ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി അവർ വോട്ട് ചോദിക്കുന്നില്ല? Because what is today called the left front is actually not a left of center party at all. യഥാർത്ഥ കാരണം എന്താണ്? ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നവര് യഥാർത്ഥ ഇടതുപക്ഷമല്ല, പുരോഗമന ചിന്താഗതിക്കാരല്ല, അവര് വലതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. In fact, the reason they are partnering with the BJP is because they are both corporate parties. രണ്ട് കക്ഷികളും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ അവസരവാദപരമായ നിലപാട് ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ സ്വീകരിക്കുകയാണ്. They are no longer parties of the people. അവര് ജനങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ തന്നെയാണ് പരസ്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. And the proof is sitting on the stage here. People who are left-minded are standing here with us today and we are supporting them. യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ഈ സ്റ്റേജിലാണ് വരേണ്ടത് എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് നേതാക്കന്മാർ നമ്മോടൊപ്പം ഇരിക്കുന്നതിന്റെ കാരണം. Now you might ask me, how can I say that the BJP is supporting your chief minister? ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് BJPക്ക് ഈ മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. I'll give you two proofs for this. അതിന് രണ്ട് തെളിവുകളുണ്ട്. BJP മുഖ്യമന്ത്രിയെ സഹായിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മളുടെ മുൻപിലുണ്ട്. The first is, wherever the prime minister goes, he talks about temples, he talks about religion, he talks about God.
എവിടെയൊക്കെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പങ്കാളിത്തമുണ്ട്. അവരെല്ലാം പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നവരാണ്. But when he comes to Kerala, he does not raise the issue of Sabrimala temple. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ വിഷയം പ്രധാനമന്ത്രി സംസാരിക്കുന്നേയില്ല. CPM leaders stole gold from Sabrimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabrimala. CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണം കട്ടെടുത്തു, അവരെ കേസിൽ കുടുങ്ങി. എന്നാൽ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ അവർക്കെതിരായി കമ എന്ന രാഷ്ട്രം മിണ്ടുന്നില്ല. ശബരിമല എന്ന വാക്ക് തന്നെ അവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല. Because he wants the left front to win the election in Kerala. പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാൻ മടിക്കുന്നത്. The second proof, whoever attacks the BJP, the RSS, whoever stands in front of them, opposes them, is brutally attacked. ആരൊക്കെ BJP എതിർക്കുന്നോ RSS എതിർക്കുന്നോ അവരെ എതിർക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവരെ പ്രാധാന്യം നൽകുന്നത്. I have 36 cases against me. My house was taken away. My membership of Lok Sabha was taken away. I was interrogated for 55 hours by the ED. എനിക്ക് 36 കേസുകൾ എനിക്കെതിരെ ഉണ്ട്. എൻ്റെ പാർലമെന്റ് അംഗത്വം അവർ റദ്ദ് ചെയ്തു. എന്നെ വീട്ടിൽ നിന്ന് അവർ ഒഴിവാക്കി. ഇപ്പോൾ ഇതാ 50-ലേറെ കേസുകൾ എനിക്കെതിരെ ഉണ്ട്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരായി BJPയോടൊപ്പം സഖ്യം ചേരുകയാണ്. അവരെന്നെയാണ് ആക്രമിക്കുന്നത്, എനിക്കെതിരെയാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. If the Chief Minister of Kerala is really standing against the BJP, then explain to me why there is no action taken on his corruption cases. Explain to me how his children are not interrogated. Explain to me how he is not attacked. മുഖ്യമന്ത്രി BJP എതിർക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് BJP മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണ കേസുകളിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നത്? എന്തിനാണ് ലാവലിൻ കേസ് പലവട്ടം നീട്ടിക്കൊണ്ടുപോകുന്നത്? മുഖ്യമന്ത്രി കുടുങ്ങുന്ന കേസുകളിൽ കേന്ദ്ര ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത് പരസ്യ ബന്ധത്തിന്റെ തെളിവാണ്. The reason is that the BJP wants CPM to be in power over here. Because they know they can control the CPM. They know that they cannot control the UDF and the Congress. BJPക്ക് കേരളത്തിൽ CPMന്റെ ഭരണം തുടരാനാണ് താല്പര്യം. കാരണം എന്താണ്? അവർക്ക് CPMനെ നിയന്ത്രിക്കാൻ സാധിക്കും. അവർക്കറിയാം അവർക്കൊരിക്കലും കോൺഗ്രസിനെയോ UDFനെയോ നിയന്ത്രിക്കാൻ BJPക്ക് കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. And Modi knows that only the Congress can challenge him across the nation. The CPM can never challenge Narendra Modi across the nation. മോഡിക്ക് നന്നായി അറിയാം കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ എതിർക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. CPMന് അതിന് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം. You are all aware of the deal that Narendra Modi signed with Donald Trump, the so-called India-US trade deal. നിങ്ങൾക്കറിയാം അമേരിക്കയുമായിട്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്ന വ്യാപാര കരാർ അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. നിങ്ങൾക്ക് ആ കാര്യം നന്നായിട്ടറിയാം. Essentially, Narendra Modi has signed away India's future to America. ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിക്കെതിരെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ അമേരിക്കയുമായി ഒരു തെറ്റായ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. He has done 3 or 4 things from which India will really struggle to recover. 2-3 കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളുടെ ലംഘനമാണ്. നമ്മുടെ കാർഷിക മേഖലയെ രാജ്യത്തെ തകർക്കുന്ന നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. First, he has opened Indian agriculture to America. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ കാർഷിക മേഖലയെ നരേന്ദ്രമോദി പൂർണ്ണമായും അമേരിക്കയ്ക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്.
Indian farmers with small farms and low levels of mechanization are now going to have to compete with massive American farms with high mechanization. ഇന്ത്യയിലെ കൃഷിക്കാർക്ക് യന്ത്രവൽക്കരണത്തിൻ്റെതായ വലിയ ഭീഷണിയാണ്. അമേരിക്കയിലെ യന്ത്രവൽക്കരണത്തിൻ്റെതായ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിലൂടെ ഇന്ത്യയിലെ കർഷകർ അവരുടേതായ കാർഷിക വൃത്തിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. The result will become obvious soon. Indian farmers are going to be crushed. നമ്മുടെ രാജ്യത്തെ കർഷകർ അതിൻ്റെ ഫലമായിട്ട് ഞെരുക്കപ്പെടും. അവർ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടപ്പെടുക. Rubber farmers, corn farmers, soya farmers, fruit farmers are all facing this threat. റബ്ബർ കർഷകര്, പഴം പച്ചക്കറി കർഷകര്, സോയാബീൻ കർഷകര്, ഇവരെല്ലാവരും ഈ പ്രതിസന്ധിയെ നേരിടുന്നവരായി മാറുകയാണ്. The second thing Narendra Modi has done, and this is going to affect every single person in the coming weeks and months, is he has signed away India's energy security. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ദ്രോഹിക്കുന്ന മറ്റൊരു കരാറിലാണ് നരേന്ദ്രമോദി ഏർപ്പെട്ടിട്ടുള്ളത്. You will be amazed to know that India can no longer buy oil from who it wants. It has to take permission from the United States before buying oil. ഇന്ത്യ രാജ്യത്തിന് അമേരിക്കയ്ക്ക് കമ്മീഷൻ നൽകേണ്ട, അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു ദുർഗതിയിലേക്കാണ് നരേന്ദ്രമോദി രാജ്യത്തെ ഈ കരാറുകളിലൂടെ തള്ളിവിടുന്നത്. America cannot buy oil from Russia, Iran, Iraq before taking permission from America. അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഇടപെടാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ സാമ്പത്തിക മേഖലയിൽ കടന്നു കയറുന്നതിന് അമേരിക്കയ്ക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ല. ഈ കരാർ തന്നെ അമേരിക്കയ്ക്ക് അതിനാവശ്യമായ പ്രാപ്തി നൽകും. And now you are going to face, we are all going to face the consequences of this decision. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഓരോരുത്തരും, ഇന്ത്യ രാജ്യത്തെ ഓരോ വ്യക്തിയും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There is a war in the Middle East and you will see the results of Narendra Modi's decision in the coming weeks and months. നരേന്ദ്രമോദിയുടെ തെറ്റായ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അടുത്ത മാസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ മനസ്സിലാക്കും. അത് രാജ്യത്തെ പൗരന്മാർക്ക് അപകടം വരുത്തുന്നതാണ്. Narendra Modi has also committed to Donald Trump that India will buy 9 lakh crores of American products every year. നരേന്ദ്രമോദി മറ്റൊരു കരാറ് 9 ലക്ഷം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എല്ലാ വർഷവും വാങ്ങുന്നതാണ് എന്ന് നരേന്ദ്രമോദി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. Imagine what is going to happen to India's small and medium businesses who are going to be wiped out as a result of this decision. ഈ അമേരിക്കയുമായിട്ടുള്ള ഈ കരാറിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. Here we are fighting for employment of people of Kerala, and there Mr. Narendra Modi is handing away our entire production system. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപാദകർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഉൽപാദകർക്കെതിരായ കർശനമായ നിലപാടാണ്, ദ്രോഹ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. And the reason Narendra Modi has signed this deal is very simple. Everybody knows this deal is not in the interest of the people of India. Everybody knows why Narendra Modi has signed this deal with Donald Trump. എല്ലാവർക്കും അറിയാം എന്താണ് ഈ കാര്യം. ഇത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല നരേന്ദ്രമോദി അമേരിക്കയുമായി ഈ തെറ്റായ കരാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. The reason is very simple. The first reason is Epstein. There are 3.5 million Epstein files that are still hidden. America is threatening to release them and destroy Narendra Modi's image. കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നരേന്ദ്രമോദി പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അമേരിക്ക സംരക്ഷിക്കും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ തെറ്റായ ഈ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. And the second, even more powerful reason is Adani. അദാനിക്ക്
സഹായം ചെയ്തു കൊടുക്കുക. അദാനിയാണ് ഇതിലെ രണ്ടാമത്തെ കക്ഷി. അദാനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ളത്. Brothers and sisters, please understand, Adani is not a normal company. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അദാനി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യവസായിയല്ല, ഒരു സാധാരണ കമ്പനിയല്ല അദാനിയുടെ കമ്പനി. No normal company can grow the way Adani has grown over the last 10 years. ഒരു സാധാരണ കമ്പനിക്കും അദാനി ചെയ്തിട്ടുള്ള ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കഴിഞ്ഞ 10 കൊല്ലത്തെ അത് ഈ സാധാരണ ഒരു കമ്പനിക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. Adani is the financial architecture of the BJP. അദാനി തന്നെയാണ് BJPയുടെ സാമ്പത്തിക സ്രോതസ്. അദാനി തന്നെയാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ സാമ്പത്തികമായി സംരക്ഷിക്കുന്നത്. അദാനി തന്നെയാണ്. And the United States and Donald Trump understand this very well. അമേരിക്കക്കറിയാം, ട്രംപിനറിയാം, അദാനിയാണ് BJPയുടെയും നരേന്ദ്രമോദിയുടെയും സഹായി എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം. That is why they have put a case, a criminal case on Mr. Adani in the United States. അതുകൊണ്ടാണ് അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ പോലും ഇല്ലാതാക്കാൻ അമേരിക്ക സഹായിക്കുന്നതിന്റെ കാരണം അവർക്കറിയാം അദാനിയാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സഹായി എന്ന് അമേരിക്ക. But the case is not targeted at Adani. The case is targeted at Modi and the BJP. ഈ കേസ് അദാനിക്കെതിരെയുള്ള കേസ് മാത്രമല്ല, ഈ കേസ് നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ ഉന്നമിക്കുന്ന കേസുകൾ തന്നെയാണ്. That is why Donald Trump can abuse the Prime Minister of India. That is why Donald Trump can publicly say that I can destroy Narendra Modi anytime I want. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെയും ഇന്ത്യയും അവഹേളിക്കുന്നത്. ട്രംപ് അവകാശപ്പെടുകയാണ്, എനിക്ക് മോഡിയെ എങ്ങനെയും നിയന്ത്രിക്കാം, അദ്ദേഹത്തെ എങ്ങനെയും അവഹേളിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. And you yourself saw what happened when I raised these points in Parliament House. പാർലമെന്റിൽ ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. I was not allowed to speak for 4 hours. എനിക്ക് 4 മണിക്കൂർ എന്നെ പ്രസംഗിക്കാനേ സമ്മതിച്ചില്ല. And eventually the Prime Minister ran away, physically ran away from the Lok Sabha. പ്രധാനമന്ത്രി നേരിട്ട് ഹാജരാകാതെ അദ്ദേഹം ഒളിച്ചോടി. ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതെ അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. The short point is that Donald Trump controls Narendra Modi and Narendra Modi does whatever Donald Trump says. നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപ് പറയുന്ന എല്ലാ കാര്യവും ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് എന്ന കാര്യത്തിൽ സംശയം. And the same way Donald Trump controls Narendra Modi, Narendra Modi controls the Chief Minister of Kerala. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ട്രംപ് എങ്ങനെ മോഡിയെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മോഡി കേരളത്തിലെ പിണറായി വിജയനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Chief Minister of Kerala knows that Narendra Modi is not acting on his cases. Chief Minister of Kerala knows that Narendra